അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു കുഞ്ഞ് യാത്ര പോവുകയാണേ. മക്കളോട് പറഞ്ഞിട്ടില്ല എവിടെയാണ് പോകുന്നതെന്ന്. അവർ പറയുന്നത് കന്യാകുമാരി എന്നാണ്. പക്ഷേ ഞങ്ങൾ അവരോട് എവിടേക്കാണ് പോകുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ സൂ എത്താറായി. ഇനി വലത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോകണം. സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ചെന്നപ്പോൾ പാർക്ക് ചെയ്യാനായിട്ട് ഒരു സ്ഥലമില്ല. എല്ലായിടവും വണ്ടികളായിട്ട് തിങ്ങി നിറഞ്ഞു കിടപ്പുണ്ട്. ഒരുവിധം നമ്മൾ ഉള്ള സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തു. ഫ്രണ്ടേ പോണില്ലേ ഇവർ രണ്ടുപേരും. ഇതിൽ കുഞ്ഞാൾ എൻ്റെ മോളാണ്, പേര് ജുവൽ. മറ്റേത് എൻ്റെ കൂട്ടുകാരിയുടെ മോളാണ്, ഡെനീഫ. പിന്നെ ഏറ്റവും ഫ്രണ്ടിൽ കൂടെ പോകുന്നില്ലേ, അത് ഹസ്ബൻഡും മോനുമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും, അതായത് എൻ്റെ മോളും കൂട്ടുകാരിയുടെ മോളും, ജുവലും ഡെനീഫയും, ഇവർ തമ്മിൽ ഭയങ്കര കൂട്ടാണ്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും അടി നടക്കും. അടി നടന്നാൽ പിന്നെ നോക്കണ്ട, രണ്ടും രണ്ടായി. പിന്നെ ഉടനെ മിണ്ടിക്കോളും. അപ്പോൾ ഇതേ കാണുന്നതാണ് സൂവിലേക്ക് പോകാനുള്ള ആദ്യത്തെ ഗേറ്റ്. പോകുന്ന വഴിക്ക് ഒത്തിരി കടകളുണ്ട്. ഉപ്പുമാങ്ങ, പൈനാപ്പിൾ ഉപ്പിലിട്ടത്, കാരയ്ക്ക ഉപ്പിലിട്ടത്, നെല്ലിക്ക ഉപ്പിലിട്ടത്, അങ്ങനെ ഒത്തിരി ഉപ്പിലിട്ട സാധനങ്ങളുണ്ട്. സൺഗ്ലാസ് ഉണ്ട്. പിന്നെ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടകളുണ്ട്. സത്യം പറഞ്ഞാൽ ഈ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടകൾ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു. വേറൊന്നുമല്ല, ജോയിലും ജുവലും അതവർക്ക് വാങ്ങിക്കൊടുക്കാനായിട്ട് ചോദിക്കും. പക്ഷേ എന്തുകൊണ്ടോ ഭാഗ്യമെന്ന് പറയാം, രണ്ടുപേരും അത് കണ്ടതായിട്ട് പോലും നടിക്കാണ്ട് അകത്തേക്ക് കയറി പോകുന്നതുണ്ട്. ഇതേ നമ്മളിപ്പോൾ കാണുന്നില്ലേ, ഇത് ടോപ്പിയറി ഗാർഡനാണ്. പിന്നെ അതിൻ്റെ പിന്നിലായിട്ട് കാണുന്ന ചുവന്ന മേൽക്കൂരയുള്ള ആ കെട്ടിടമില്ലേ, അത് തിരുവിതാംകൂർ രാജഭരണകാലത്ത് നിർമ്മിച്ച കനകക്കുന്ന് കൊട്ടാരമാണ്. അപ്പോൾ ഇത് ചെടികളൊക്കെ ഇങ്ങനെ ചെത്തിമിനുക്കി ഉണ്ടാക്കുന്നതാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. പിന്നെ ഒരു 2 വർഷം മുമ്പ് ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. അന്നേരവും ഇതിവിടെ ഉണ്ട്. പിന്നെ ഇങ്ങനെയുള്ള വെറൈറ്റി കാര്യങ്ങൾ കാണുമ്പോൾ ഒരു ഫോട്ടോ നിർബന്ധമല്ലേ. ഈ കവാടത്തിൻ്റെ ഇടതുഭാഗത്തോട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കാനുള്ളത്. ടിക്കറ്റ് എടുത്തിട്ട് ഇതിനകത്തോട്ട് പോകുമ്പോൾ ഒരു സെക്യൂരിറ്റി നിൽപ്പുണ്ട്. അപ്പോൾ ആ സെക്യൂരിറ്റിയുടെ കയ്യിൽ നമ്മൾ ടിക്കറ്റ് കാണിക്കണം. ഈ സെക്യൂരിറ്റിയുടെ കയ്യിൽ. അപ്പോൾ സെക്യൂരിറ്റി ആ ടിക്കറ്റ് നോക്കിയിട്ട് നമ്മളെ അകത്തേക്ക് കയറ്റി വിടും. മാത്രമല്ല പ്ലാസ്റ്റിക് കുപ്പിയൊന്നും നമ്മളെ അകത്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അഥവാ കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ 20 രൂപ അടയ്ക്കണം. എന്നിട്ട് തിരിച്ച് നമ്മൾ ഇതേ പ്ലാസ്റ്റിക് കുപ്പി അവരെ തിരിച്ച് കാണിക്കുമ്പോൾ അവർ ആ 20 രൂപ തിരിച്ചു തരും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് കാട്ടുപോത്തിനെയാണ്. വലിയ കാട്ടുപോത്താണ്. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിയും വലിയ സൈസാണ്. മാത്രമല്ല എൻ്റെ ഫോണിന് നല്ല ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് നിങ്ങൾക്കതിനെ കാണാൻ സാധിക്കുമോ എന്നുള്ളത് ഡൗട്ടാണ്. എന്നാലും എൻ്റെ പരമാവധി ഞാനതിനെ സൂം ചെയ്ത് കാണിച്ചു തരാവേ.
സത്യം പറഞ്ഞാൽ ഞങ്ങൾ 2 വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു. കുരങ്ങന്മാരും സിംഹവാലൻ കുരങ്ങ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നേ. പക്ഷെ നമ്മൾ ഇപ്രാവശ്യം വന്നപ്പോൾ അങ്ങനെ കാണാൻ തക്ക രീതിയിൽ വലിയ മൃഗങ്ങളൊന്നും അങ്ങനെ ഇല്ല. പിന്നെന്താ, മൃഗങ്ങൾ വലിയ തോതിലില്ലെങ്കിലും പക്ഷെ നമുക്ക് തണൽ തരുന്ന ഒത്തിരി മരങ്ങളുണ്ട്. ഇതിൽ കൂടെ നടക്കുമ്പോൾ വെയിൽ എന്താണെന്നുള്ളത് അറിയില്ല, പക്ഷെ നല്ല ചൂടെന്ന് പറഞ്ഞാൽ പിന്നെ നോക്കണ്ടല്ലോ. വെള്ളം കൊണ്ടല്ല നമുക്കിതിനകത്തേക്ക് കയറാൻ പറ്റത്തില്ല. മാത്രമല്ല ഇതിനകത്ത് വെള്ളം കൊടുക്കുന്ന ഒരു കടയും ഇല്ല. കുറച്ചധികം ദൂരം പോകുമ്പോൾ ഒരു കോഫി കടയുണ്ട്. അവിടെ ടീയും കോഫിയും മാത്രമേ ഉള്ളൂ. വെള്ളമോ സെവനപ്പോ അങ്ങനെയുള്ള ഒരു ഐറ്റംസും ഇതിനകത്ത് കിട്ടത്തില്ല. കുന്തിരിക്കം, ഇത് കുന്തിരിക്കോന്നേ. ഹലോ ഗായ്സ്, അമ്മ മാത്രമല്ല ഞാനും ഉണ്ട് കൂടെ. ഇവിടെ നല്ല രസമാണ്. ഇവിടെ ഓടിച്ചാടി കളിക്കാനും മരങ്ങളുടെ തണലും കിട്ടാനും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഈ സ്ഥലത്ത് പോകണേ ഗായ്സ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ പക്ഷികളെയാണ്. ഈ പക്ഷിയുടെ പേരാണ് വെള്ളറിയ. നല്ല രസമുണ്ടല്ലേ കാണാൻ ഗായ്സ്. വെള്ളറിയ എന്ന് പറഞ്ഞാൽ പലതരം വെള്ളറിയകളുണ്ട്. വെള്ളറിയ, കറുത്തറിയ ഉണ്ട്. എനിക്ക് അതിൻ്റെ ഒന്നും പേരറിഞ്ഞുകൂടാ. കുറേ റിയകളുണ്ട്. മുൻപ് നമ്മളിവിടെ വന്നപ്പോൾ ഇപ്പോൾ നമ്മൾ വലതുഭാഗത്ത് കാണുന്നില്ലേ, ഇവിടെയൊക്കെ ഓരോ പക്ഷികളുടെ കൂടുകളായിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ ഒന്നുമില്ല, എല്ലാം പൂട്ടിയിട്ടേക്കുവാണ്. അവിടെ ഒരു പക്ഷിയോ ഒന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ മുൻപ് കണ്ടതൊന്നും ഇപ്പോഴില്ല. ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇപ്പോഴത്തെ ട്രിവാൻഡ്രം മൃഗശാലയ്ക്ക്. സത്യം പറയാലോ, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫോണും പിടിച്ച് ഒരു വീഡിയോ എടുക്കുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ യൂട്യൂബേഴ്സിനെയൊക്കെ സമ്മതിക്കണം, എല്ലായിടവും ഇങ്ങനെ ഫോണും പിടിച്ച് അത് നോക്കി സംസാരിച്ച് അതിനെക്കുറിച്ച് വർണ്ണിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ ഇതാദ്യമായിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ഷൂട്ട് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ പറയുന്നതിൽ എന്തെങ്കിലും പോരായ്മകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്തി തരണം, കമൻറ്റ് ഇടണം. മൊത്തത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വെള്ളിമൂങ്ങയാണ്. വെള്ളിമൂങ്ങയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ ഇവിടെ തന്നേക്കുന്നത്. അപ്പോൾ ഓരോന്ന് ഉറങ്ങുകയാണ്, അതുകൊണ്ട് നേരെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഓരോന്ന് ഉറങ്ങുകയാണ്. ഏറ്റവും മേളിലായിട്ടാണ് അത് ഇരിക്കുന്നത്. ഞങ്ങൾ എത്ര സൂം ചെയ്തിട്ടും അതിനെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് കഴുകന്മാരുടെ കൂട്ടിലേക്കാണ്. ഒത്തിരി കഴുകന്മാരുണ്ട്, നല്ല വലിപ്പമുള്ള കഴുകന്മാരുണ്ട്. നമ്മളിവിടെ കാണുന്നത് ഒരു മുതലയാണ്. ഒന്നേ പുറത്തുള്ളൂ, ഇനി അകത്തുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇതിൽ വെച്ച് എത്ര ശ്രമിച്ചിട്ടും ആ മുതലയുടെ ഇത്രയും ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. ഒടുവിൽ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അപ്പുറത്തെ മതിലിൻ്റെ പുറത്ത് കയറി. അവിടെയും ഈ വലയുണ്ട്, പക്ഷെ നമ്മൾ ക്യാമറ കറക്റ്റായിട്ട് വെച്ചപ്പോൾ അതിന് കൃത്യമായിട്ട് കിട്ടി. അനങ്ങാതെ അങ്ങ് കിടക്കുവാണ്, ഉറങ്ങുവാണെന്നറിയില്ല. പിന്നെയെന്ന് പറയുന്നത് ഇതാ ഇവിടെയാണ്. ഒത്തിരി പല വെറൈറ്റി കൊക്കുകളുള്ള സ്ഥലമാണ്. ഈ പുഴയുടെ ഇവിടെ എത്തുന്നതിനും മുൻപ് എന്തൊരു നാറ്റമാണെന്നറിയാമോ. ഇതിൻ്റെ അടുത്ത് നിൽക്കാനേ പറ്റത്തില്ല, നമുക്ക് ഛർദ്ദിക്കാൻ വരും ഉറപ്പായും. ഇതിൻ്റെ ഒരു ഞാൻ ഇതിൻ്റെ അടുത്ത് നിന്നിട്ട് ഓടി ഗൈസ്, ഇതിൻ്റെ മണം കേട്ട്. നമുക്കിതിൻ്റെ അടുത്തൊന്നും നിൽക്കാനായിട്ട് സാധിക്കില്ല, ഭയങ്കര സ്മെല്ലാണ്. പിന്നെ പലതരത്തിലുള്ള കൊക്കുകളുണ്ട്, എല്ലാം ഈ പുഴയുടെ അകത്താണ്. പക്ഷെ എന്ത് ചെയ്യാൻ, അവിടുന്ന് സഹിച്ച് നിൽക്കുന്നവരുണ്ടാവും. ഞാനും നിന്നുമില്ല എന്നല്ല, പക്ഷെ ഭയങ്കര സ്മെല്ലാണ്. പിന്നെ പെട്ടെന്ന് നോക്കുമ്പോൾ എന്നെപ്പോലെ നിങ്ങൾക്കും ഡൗട്ടുണ്ടാവും, ഈ കൊക്കുകൾ എങ്ങനെ ഇത്രയും കൊക്കുകൾ ഇതിനകത്ത് കിടക്കും, ഇത് പറന്നു പോവില്ലേ എന്ന്. പക്ഷെ ഞാനിങ്ങനെ മേലോട്ട് നോക്കിയപ്പോഴാണ് എത്രയോ മീറ്റർ മേളിൽ ഇതിൻ്റെ ചുറ്റും വലയുണ്ട് ഈ കൊക്കുകൾ പറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കൊക്കുകൾ പറന്നു പോകത്തില്ല. പിന്നെ ഇവിടെയും വലിയ പൊക്കമുള്ള കൊക്കുകളുണ്ട്, അതാണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോയി വലയുടെ ആ ഗ്രില്ലില്ലേ അതിൻ്റെ അവിടെ നിന്നൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്തു. പിന്നെ ഇവിടെ സിംഹമാണുള്ളതും, ഇതും നമ്മൾ ഒത്തിരി ദൂരത്ത്
ഗൈസ് പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ വെച്ചാണ് ഗിർ എന്ന സിനിമ ഷൂട്ട് ചെയ്തത്. ഗൈസ് ഇത് ഹിപ്പോപ്പൊട്ടാമസ് ആണ്. എല്ലാം വെള്ളത്തിൽ കയറി കിടക്കുന്നത്. നല്ല ചൂടുണ്ട്, അതായിരിക്കും എല്ലാം വെള്ളത്തിൽ കയറി കിടക്കുന്നതെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ കാണുന്നത് ഹിപ്പോയുടെ കൂടാണ്. മാത്രമല്ല ഞാൻ എൻ്റെ മോളോട് ഒന്ന് ചിരിക്കടി എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ച ചിരിയാണ്, ഒന്നുകൂടെ ചിരിക്കടി എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഇങ്ങനെ ചിരിച്ചു. കണ്ടോ ചിരിക്കുന്ന ചിരി കണ്ടോ? ഇതൊക്കെ കളിയാക്കിക്കൊണ്ടുള്ള ചിരിയാണ്. അമ്മ വീഡിയോ പിടിക്കും, ഞാൻ ഇങ്ങനെ ചിരിക്കുള്ളൂ എന്ന് പറഞ്ഞാണ് അവൾ ഇതിനിടയിൽ നമ്മൾ ഒരിടത്ത് കയറി ചായ കുടിച്ചു. പക്ഷെ അത് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയി, അല്ല മറന്നുപോയി. ആദ്യമായിട്ടാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ കാര്യമേ മറന്നുപോയി. അവിടെ നിന്ന് ഞങ്ങൾ ചായയും കുടിച്ചു, ഓരോ വടയും കഴിച്ചു. എന്നിട്ടാണ് അടുത്ത് വീണ്ടും കാണാനായിട്ട് ഇറങ്ങിയത്. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് പാമ്പുകളെയാണ്. പക്ഷെ അങ്ങോട്ട് ക്യാമറ അലൗഡ് അല്ല. പിന്നെ നമ്മൾ അതൊക്കെ കണ്ട് ഇറങ്ങിയതിന് ശേഷം പിന്നെ മയിലിനെ കണ്ടു. മയില് ഈ വേലിയുടെ അടുത്തുകൂടി നടക്കുന്നുണ്ടേ, ഇപ്പം കാണാവേ. അപ്പോൾ നമ്മളെല്ലാം കണ്ടു പുറത്തേക്ക് പോകാനായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. എല്ലാവർക്കും ക്ഷീണം, ദാഹം, വിശപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി ഇടണം, ഞങ്ങളത് തിരുത്തുന്നതാണ്.